Guys, let's go to airport. അഭിയേട്ടനെ കൊണ്ടാക്കാൻ പോവാ സ്പ്രേ അടിക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. എല്ലാം സെറ്റ്. ദെൻ ലെറ്റ്സ് ഗോ. നമ്മൾ കാറിലാണ് അപ്പോൾ നമ്മൾ ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടത് ജസ്റ്റ് കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, പറഞ്ഞു തോന്നുന്നു എയർപോർട്ടിൽ പോവാണെന്ന്. അപ്പം നമ്മൾ അഭിയേട്ടനെ കൊണ്ടാകാൻ വേണ്ടി പോകുന്നതാണ്. അഭിയേട്ടനെ ഇവിടെ ഡൽഹിയിലുള്ള നഗേരോ എന്ന് പറഞ്ഞൊരു ഇവിടെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി കിട്ടി. സോ അങ്ങനെ അഭിയേട്ടനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ്. ആൻഡ് ഇന്ന് 10:45 11 ഫ്ലൈറ്റിനെങ്ങാണ്ടാണ് പോകുന്നത്. 3 അവർ ഫ്ലൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വിഷ്വൽസാണ്. കുറച്ചുണ്ടെന്ന് തോന്നുന്നു, എന്നാലും 9 മിനിറ്റ് അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് വീഡിയോ കുറച്ച് ക്ലിപ്സായിട്ട് എടുത്തു. ആൻഡ് എയർപോർട്ടിൽ നിന്ന് പിന്നെ നടന്നത് എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. കമ്പനി തന്നെയായിരുന്നു കേട്ടോ അഭിയേട്ടനെ ബുക്ക് ചെയ്ത് കൊടുത്തത്. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ആദ്യം സൗര് കരഞ്ഞു, പിന്നെ വെല്ലുമ്മ കരഞ്ഞു, പിന്നെ വെല്ലുമ്മ കരഞ്ഞു, ഞാനും കരഞ്ഞു. അച്ഛനും അഭിയേട്ടനും കുറച്ച് പിടിച്ച് നിന്ന് അഭിയേട്ടനെ കൂത്താലും അച്ഛനെ കൂത്താലും നല്ല വിഷമം കാണുന്നുണ്ട്. എന്നാലും അച്ഛൻ പോകുന്നില്ല കേട്ടോ, അഭിയേട്ടനെ പോകുന്നുള്ളൂ. എന്നാലും ഞാൻ ഉദ്ദേശിച്ചത് കരയാത്തത് അവർ രണ്ടാളായിരുന്നു. അച്ഛനായാലും അഭിയേട്ടനെ നല്ലോണം പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കരച്ചിൽ. ബട്ട് നമ്മളെല്ലാം പൊട്ടിപ്പോയി കേസ്. അതുകൊണ്ട് കുറച്ച് എടുത്തില്ല. സൗര് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് അഭിയേട്ടൻ മുമ്പിലിരിക്കുന്നത്. ആൻഡ് അച്ഛനായിരുന്നു കാറ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം കേസ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കുന്നുള്ള ചില വിഷ്വൽസ് മാത്രമാണത്. ഇത് എവിടെ നിന്ന് ആൾ വിഷയം എടുത്തത്. അവിടെ പോയ റൂട്ട് കമ്പിൽ പോയി, പിന്നെ കമ്പിൽ അവിടുന്ന് എനിക്ക് ഓർമ്മയുള്ള ചില സ്ഥലങ്ങളാണ്. കൂടാളി, ചാലോട്, ആ ഭാഗത്ത് അങ്ങനെയൊക്കെയായിരുന്നു പോയത്. കാരണം ഡയറക്റ്റ് കണ്ണൂർ പോയിട്ട് പോവാം. എന്നാലും നമ്മൾ പോകാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഈസി ഇതായിട്ട് തോന്നി. കണ്ണൂർ എത്താകുമ്പോൾ ചിലപ്പോൾ ബ്ലോക്കലുണ്ടാവും. എന്നാലും നമ്മളിപ്പം വന്ന് ആ ടൈമിൽ, അതായത് 2/5/26 നമ്മൾ ഇത് എന്താ പറയുക പോകുന്നത്. എയർപോർട്ടിൽ കൊണ്ടാക്കാൻ മുന്നേ അന്ന് 6:45 പോയതാണ്. ഇതിപ്പോൾ ടൈം എന്ന് പറയുന്നത് 10:22 ഞാൻ വീഡിയോ എടുത്തു. അത് എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത് വിചാരിച്ചു. അപ്പോൾ എന്തായാലും സമയം ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെയോ എത്തി. കാരണം ഞാൻ വീഡിയോ ഒന്നും പറയുന്നില്ല, ശരിക്കും അറിയില്ല. ബട്ട് എവിടെയോ ഒത്തിരിയുള്ള വിഷ്വൽസാണ് നിങ്ങൾക്ക് കണ്ടുകൊടുക്കുന്നത്. ഞാൻ തിങ്സോ നിങ്ങൾക്ക് കണ്ണൂർ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കുന്ന നമ്മുടെ എയർപോർട്ട് റോഡ് കയറി കേട്ടോ ഗൈസ്. പക്ഷേ ഇതൊരു ഇറ്റ്സ് ജസ്റ്റ് എ ഫോട്ടോ. 2 ഫോട്ടോസ് ഇതിൻ്റെ ഇടയ്ക്ക് നേടായിപ്പോയതാണ്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത്. ഇപ്പോൾ എയർപോർട്ട് റോഡ് കയറിയ വീഡിയോ ആണ്. അച്ഛൻ വലിയ പറപ്പീരൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് സ്ലോ ആയി. അച്ഛൻ്റെ എന്താ പറയുക, ഇത് സ്ലോയിൽ തന്നെ അച്ഛൻ മലയിൽ തന്നെ വണ്ടി ഓടിച്ചത്. സാധാരണ ഹൈവേ എല്ലാം കിട്ടിയാൽ ഇതൊരു 4 വരി പാത, 4 ലൈൻ റോഡല്ലേ. എന്നാലും അച്ഛനൊരു ഹൈവേ കിട്ടിയ അച്ഛൻ പറപ്പിക്കുന്ന ആളിന്ന് വളരെ സ്പീഡ് കുറവിലായിരുന്നു പോയത്. കാരണം അച്ഛൻ 80 100 110 അച്ഛൻ പോക്ക്. അപ്പോൾ ഇതിപ്പം ഹൈവേ അല്ലേ, അല്ലാണ്ട് സാധാരണ റോഡിൽ എത്രയാണോ സ്പീഡ് ലിമിറ്റ് ആ ഒരു ഇതിൽ തന്നെ പോകാറ്. ഹൈവേ കിട്ടിയാൽ പിന്നെ അച്ഛൻ പറപ്പിക്കുന്ന അച്ഛൻ ഇതാ കണ്ടായിരുന്നു 55 56 ആ ഒരു റേഞ്ച് പോയിട്ടുള്ളൂ. പിന്നെ അച്ഛൻ അങ്ങനെ എയർപോർട്ട് റോഡ് അച്ഛൻ ലാസ്റ്റ് ടൈം നമ്മൾ അഭിയേട്ടനെ കൊണ്ടാക്കാൻ വേണ്ടി, പക്ഷേ അത് ടാക്സി ആയിരുന്നു തോന്നുന്നു. ബട്ട് ഇതിനോടൊക്കെ അച്ഛൻ്റെ ഏതോ ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛനായിരുന്നു പോയത്. ആൾ ഇൻ്റർനാഷണൽ തന്നെയായിരുന്നു. അപ്പം അഭിയേട്ടന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണ്, ഡൽഹിയിലേക്കല്ല. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇങ്ങനെ എത്തി. ഞാൻ പിന്നെ സൗരി കരയുന്നത് ഒരു പാട്ട് വെച്ചിട്ടാണ് ഇത്. അപ്പം ഞാൻ അതേപോലെ ഗൈസ് ദ തിങ് ഈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക ഇങ്ങനെ പറയാലോ. ഞാൻ വോയിസ് ഓവറായിട്ട് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ. അങ്ങനെ എയർപോർട്ട് റോഡിൽ നിന്ന് ഒരു കണക്കിന് നോക്കുമ്പോൾ ഞാൻ ഫുള്ള് എടുത്തിനോ എനിക്കൊരു ഡൗട്ടുണ്ട്. എയർപോർട്ട് റോഡ് ഇത് ഭയങ്കര ലെങ്തി ആയി പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. സോ ഇത് ടോളല്ല, ക്യാഷ് കൊടുക്കണം. പക്ഷേ ഇപ്പം ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം അവർ ജസ്റ്റ് തുറന്നു തരും.
ഇവിടെ നമ്മളെ വണ്ടി നമ്പറൊക്കെ അവിടെ നോട്ട് ചെയ്യും. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ എത്ര സമയമാണ് എന്നുള്ള അനുസരിച്ചിട്ടാണ് ക്യാഷ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ടോളിൻ്റെ ഇതിനകത്ത് ഉണ്ടാവില്ല, എടുത്തിട്ടില്ല ക്യാഷ്. അങ്ങനെ നമ്മൾ അച്ഛൻ, അഭിയേട്ടൻ, അങ്ങനെ സൗര്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സീനായി പോയിട്ടുണ്ടായിരുന്നു. കാരണം സൗര്യ കരഞ്ഞു, ഞാൻ കരഞ്ഞു, മണി കരഞ്ഞു, അഭിയേട്ടൻ കരഞ്ഞു, ആരും ഏകദേശം കരഞ്ഞു. പിന്നെ ഗൈസ് സൗര്യ എന്തെല്ലാം ഒന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഐ തിങ്ക് സോ വഴി തെറ്റിപ്പോയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അതായത് കുറച്ച് ആദ്യം ഒരു എന്താ പറയുക, ഒരു കുറച്ച് ഹില്ലി റോഡല്ല, ഒരു ചെറിയൊരു മല പോലെ കയറാണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കയറാൻ വേണ്ടി വിട്ടുപോയിട്ട് അച്ഛൻ റിവേഴ്സൽ എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞു, ഓർമ്മയില്ല. ആൻഡ് ഗൈസ് അങ്ങനെ എയർപോർട്ട് എത്തി എന്ന് തന്നെ വേണം പറയാം. കാരണം യു ക്യാൻ സീ ദ എയർപോർട്ട്. കുറച്ച് മാറിപ്പോയതാണ് സംഭവം. പിന്നെ സൗര്യ ഒരു ഹായ് പറയണം. നേരത്തെ എയർപോർട്ടിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞൊരു മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞു. ആ വീഡിയോ ഉണ്ട് ഇതിൻ്റെ അകത്ത്, പഠിക്കാം. എപ്പോഴാണ് കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത്. അത് നേരെ പോയി എന്നിട്ട് റിവേഴ്സ് എടുത്ത് കയറ്റും കണ്ടോ. നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. മുകളിലോട്ട് കയറി പോവാണ്. ഞാനൊന്നും പറയാത്തതാണ് ഗൈസ്, എനിക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല, അതുകൊണ്ടാട്ടോ. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഗൈസ് എയർപോർട്ടിൽ കയറി തന്നെ വേണം പറയുന്നത്. അങ്ങനെ ഗൈസ് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് റിവേഴ്സ് എടുത്തത്. അച്ഛൻ നേരെ പോയി ഐ തിങ്ക് സോ അച്ഛൻ അറൈവൽസിലേക്ക് ഡിപ്പാർച്ചറിലേക്ക് പോയി. അറൈവൽസിൽ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പം യെസ്, അച്ഛൻ അറൈവൽസിലേക്ക് പോയി, ശരിക്കും ഡിപ്പാർച്ചറിലേക്കായിരുന്നല്ലോ. ഇത് സംഭവം എന്ന് വെച്ചാൽ നേരെ അങ്ങ് പോയതാ. അച്ഛൻ നേരെ കയറ്റിയത് സംഭവം. പക്ഷേ അറൈവലോ ഡിപ്പാർച്ചറോ ഒന്നും നോക്കിയിട്ടില്ല അച്ഛൻ. ആൻഡ് ഗൈസ് ദ തിങ് ഈസ്, ഇനി നിങ്ങൾ ഇത് ആഫ്റ്റർ ദിസ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് സൗരവിൻ്റെ കരച്ചിലാണ് സുഹൃത്തുക്കളെ. നല്ലോണം കരഞ്ഞു ഗൈസ്. ഒരു പാട്ട് വെച്ച് സെറ്റാക്കി, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് സൗരവിൻ്റെ കരച്ചിലാണ്. അപ്പം ആൻഡ് ഞാൻ പറയാലോ, നിങ്ങൾ സൗരവിൻ്റെ കരച്ചിലും കൂടി കണ്ടിട്ട് പോവാലോ. എന്നാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ഞാൻ പറയുന്നില്ല, സൗരവിൻ്റെ കരച്ചിൽ നിങ്ങൾ കണ്ടിട്ട് വരൂ.